എന്നോട് ക്ഷമിച്ചാലും ജോധ. എല്ലാവരോടും ഒപ്പം ഞാനും അവിടത്തേക്ക് അപരാധിയാണ്. എനിക്കും ഈ വിവാഹത്തെക്കുറിച്ച് അറിയാമായിരുന്നു ജോധ. പക്ഷെ എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല അത് രാജാവിന്റെ ഉത്തരവ് ലംഘിക്കുവാൻ. എനിക്ക് തെറ്റുപറ്റി ജോധ. ഞാൻ തെറ്റു ചെയ്തു. അവിടുത്തെ സഖിയായിരുന്നിട്ട് കൂടി അവിടെ നിന്നും വലിയ രഹസ്യം ഒളിച്ചു വെച്ചു. എനിക്കറിയാം ജോധ, എന്താണ് സംഭവിക്കുന്നത് അത് ശരിയില്ല എന്ന്. പക്ഷെ എല്ലാവരും നിസ്സഹായരാണ്. ആർക്കും ഒന്നും ചെയ്യാനാകില്ല. ഇനി യാതൊരു മാർഗവുമില്ല. മാർഗമുണ്ട്, ഒരവസാന മാർഗം. ഈ ബന്ധത്തിൽ നിന്ന് നമുക്ക് പിന്തിരിയാൻ കഴിയില്ലായിരിക്കും, എന്നാൽ ജലാലിന് അത് സാധിക്കും. അവിടെ നിന്ന് എന്താണ് പറയുന്നത്? നാം അങ്ങനെ ഒരു ഉപായം കണ്ടെത്തിയിട്ടുണ്ട്. അതിലൂടെ ജലാൽ സ്വയം ഈ വിവാഹത്തിൽ നിന്നും പിന്തിരിയും. ഭഗവാൻ ദാസ്, മണ്ഡപം അങ്ങനെയാണ് ഉണ്ടാകേണ്ടത്, ലോകം തന്നെ ഉറ്റുനോക്കുന്ന വിധത്തിൽ. മേനാവതി, അതിഥികൾക്കുള്ള വിശ്രമസ്ഥലം തയ്യാറാണല്ലോ. അവർക്ക് യാതൊരു അസൗകര്യവും ഉണ്ടാകരുത്. അങ്ങ് വിഷമിക്കേണ്ട, ഹങ്കാർ സിംഗ് എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. ഹങ്കാർ സിംഗ് എന്തായി? വിശ്രമസ്ഥലം തയ്യാറാണമ്മേ. അതിഥികളെ സ്വാഗതം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ അതും പൂർത്തിയായി കഴിഞ്ഞു. നല്ല കാര്യം തന്നെ. നന്ദി അച്ഛാ. നോക്കൂ, ഘോഷയാത്ര വരുന്നത് മുതൽ പോകുന്നത് വരെ എല്ലാം അത്യുത്തമമായിരിക്കണം. പിന്നെ നാം ഇങ്ങനെ കേൾക്കരുത്, മഹാരാജന് ഇത് അമീർ അല്ല സാമ്പറാണ്, അതുകൊണ്ട് ഒരുക്കങ്ങൾ ശരിയായില്ല എന്ന്. ശരി മഹാരാജാവേ. ശരി. പിതാശ്രീ, ജോധ, നമുക്ക് അങ്ങയോട് ചിലത് സംസാരിക്കാനുണ്ട്. പറയൂ ജോധ. നമുക്ക് അങ്ങയിൽ നിന്നും അനുവാദം ലഭിക്കണം. എന്തനുവാദം? ചടങ്ങിന് മുൻപായി നാം ഷഹൻഷാ ജലാലിനോട് അല്പം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ചടങ്ങിന് മുമ്പായി എന്താണ് സംസാരിക്കാനുള്ളത് ജോധ? ഇപ്പൊ നിനക്ക് നിന്റെ ഭർത്താവാകാൻ പോകുന്ന ആളെ ഏകാന്തമായി കാണാൻ സാധിക്കില്ല. പക്ഷെ മുത്തശ്ശി, എനിക്ക് അദ്ദേഹത്തോട് ഏകാന്തമായി അല്ല, എല്ലാവരുടെയും മുൻപിൽ വെച്ചാണ് സംസാരിക്കാനുള്ളത്. പക്ഷെ ജോധ. പിതാശ്രീ, എതിര് പറയരുത്. നാം വാക്ക് തരുന്നു, അങ്ങയുടെ തല കുനിയാൻ നാം ഇടയാക്കില്ല. അങ്ങയുടെയോ അദ്ദേഹത്തിന്റെയോ മാനത്തിന് യാതൊരു കോട്ടവും വരുത്തില്ല. ജോധ, നീ ഈ ബന്ധത്തിന് സമ്മതിച്ചതിലൂടെ അമീറിനെ രക്ഷിച്ചിരിക്കുകയാണ്. നിന്റെ ആഗ്രഹത്തെ മാനിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നാം പറഞ്ഞത് ശരിയല്ലേ അമ്മേ? അങ്ങ് പറഞ്ഞത് ശരിയാണ് ബാർമൽ. നാം ഇപ്പോൾ തന്നെ ഷഹൻഷായ്ക്ക് സന്ദേശം അയക്കാം. ഭഗവാൻ ദാസ്, ഷെഹൻഷായ്ക്ക് സലാം. അങ്ങയെ കാണാനായി ആമീറിലെ രാജകുമാരൻ ഭഗവാൻ ദാസ് വന്നിരിക്കുന്നോ? എന്താ അനുവാദമുണ്ടോ? അനുവാദം എന്തിനാണ്? അയാൾ നമ്മുടെ ബന്ധുവാകാൻ പോകുന്ന ആളല്ലേ. അദ്ദേഹത്തെ ബഹുമാന പുരസ്സരം കൊണ്ടുവന്നാലും. തെറ്റിദ്ധരിക്കരുത്, ഇത് ഇവിടുത്തെ രീതിയാണ്.
ഇദ്ദേഹത്തെ നല്ല രീതിയിൽ സൽക്കരിക്കണം. ഭക്ഷണപാനീയങ്ങൾ കൊണ്ടുവരും. അപ്പോൾ പറഞ്ഞാലും ഭഗവാൻ ദാസ്, അങ്ങ് വന്നതിന്റെ കാര്യം എന്താണ്? അങ്ങയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. പറഞ്ഞാലും. ആ അപേക്ഷ ജ്യോതിയുടെ ഭാഗത്തു നിന്നാണ് ഷഹൻഷാ. വിവാഹത്തിന് മുൻപ് ഒരു തവണ അവൾ അങ്ങയോട് അല്പം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അത് നിങ്ങളുടെ ചടങ്ങുകൾക്കെതിരല്ലേ? എന്നുവെച്ചാൽ വിവാഹത്തിന് മുൻപ് വധൂവരന്മാർക്ക് പരസ്പരം കാണാൻ സാധിക്കില്ലല്ലോ. ഇപ്പോൾ രാജകുമാരി ജ്യോത നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരിക്കലും അത് ഒറ്റയ്ക്കല്ല, എല്ലാവരുടെയും മുൻപിൽ വെച്ചാണ് സംസാരിക്കേണ്ടത്. എന്നാൽ ഒരു മറയുണ്ടാകും നിങ്ങൾ രണ്ടുപേർക്കുമിടയിൽ. ഇതാ മധുരപാനീയം സ്വീകരിച്ചാലും. നമ്മെ ഇങ്ങോട്ട് ക്ഷണിച്ചതിന് അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. പക്ഷെ മകളുടെ വീട്ടിൽ നിന്നും നാം ജലപാനം ചെയ്യില്ല. പക്ഷെ ഇരിക്കാൻ സാധിക്കുമല്ലോ. രാജകുമാരി ജ്യോത, നമ്മുടെ ഭാവി ബീഗം, നമ്മെ കാണുവാനായി ആഗ്രഹിക്കുന്നു. അവൾക്ക് അവളുടെ ഭാവി വരനെ കാണാൻ അവകാശമുണ്ട്. നാം തീർച്ചയായും അവളുമായി സംസാരിക്കുന്നതാണ്. നന്ദിയുണ്ട് ഷഹൻഷാ, അങ്ങേക്ക് ഒരുപാട് നന്ദി. അപ്പോൾ പറയൂ, എപ്പോഴാണ് അവളെ കാണേണ്ടത്? ഇപ്പോൾ തന്നെ, അഥവാ അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ മാത്രം. വല്യുമ്മ, പോകാൻ തയ്യാറായിക്കോളൂ. അവിടുന്ന് നമ്മോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പറഞ്ഞാലും നിക്കായിന് മുൻപ് അവിടുന്ന് നമ്മോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? വിവാഹത്തിന് മുൻപ് നാം അങ്ങേക്ക് മുൻപായി 2 നിബന്ധനകൾ വെക്കാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തേത്, വിവാഹത്തിന് ശേഷം നാം നമ്മുടെ വിശ്വാസം മാറ്റുകയില്ല. രണ്ടാമത്തേത്, നമ്മോടൊപ്പം നമ്മുടെ കണ്ണനും ആഗ്രയിലേക്ക് വരും. അവിടെ വിധിപ്രകാരം തന്നെ കണ്ണന്റെ പ്രതിഷ്ഠ നടത്തണം. കണ്ണന്റെ ക്ഷേത്രം നിർമ്മിക്കണം. എന്റെ ഭഗവാനെ, ജ്യോതിയുടെ ഉപായം നടന്നെങ്കിൽ ജലാൽ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറിയേനെ. അവിടുത്തെ നിബന്ധനകൾ വളരെ വലുതാണ് രാജകുമാരി.
പക്ഷെ ഹിന്ദുസ്ഥാനിലെ ഷഹൻഷായായ ജലാലുദ്ദീന് പൂർത്തിയാക്കാനാകാത്ത അത്രയും വലുതല്ല. നമുക്കവിടുത്തെ 2 നിബന്ധനകളും സമ്മതമാണ്. ജോധ, ഇന്ന് വരെ നമുക്ക് നിന്നെ ഓർത്ത് അഭിമാനമായിരുന്നു. പക്ഷേ ഇപ്പൊ അഹങ്കാരമാണ്. നാം നിന്റെ ജ്യേഷ്ഠനായതിൽ. ജോധ, ഇന്ന് നീ നമ്മുടെ എല്ലാം ശിരസ് ഉയർത്തി കാണിച്ചു. എപ്പോൾ നീ ജലാലുമായി സംസാരിക്കാൻ അനുവാദം ചോദിച്ചോ അപ്പോൾ മുതൽ നാം അല്പസമയത്തേക്ക് വിഷമത്തിലായിരുന്നു. പക്ഷേ നീ ധൈര്യത്തോടുകൂടി ജലാലിന്റെ മുമ്പിൽ നിന്റെ ആവശ്യം അറിയിച്ചു. നാം നിന്റെ ഭാവി ഓർത്ത് നിശ്ചിന്തനാണിപ്പോൾ. നീ ചെയ്തത് നല്ല കാര്യമാണ് മകളെ. നീ നിന്റെ വിശ്വാസത്തെയും നിന്റെ സംസ്കാരത്തെയും മുറുകെ പിടിച്ചു. നമുക്ക് നിന്നിൽ അഭിമാനമാണ്. എപ്രകാരമാണ് ജലാൽ നിന്റെ നിബന്ധനകളെല്ലാം സ്വീകരിച്ചത്? അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതാണ്: അദ്ദേഹം ജോധ സന്തോഷമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അവളുടെ അഭിമാനവും വ്യക്തിത്വവും സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. നീ വിജയിച്ചു ജോധ, നീ വിജയിച്ചു. നാം പിതാശ്രീയോട് എങ്ങനെയാണ് പറയുക? അദ്ദേഹത്തിന്റെ ജോധ വിജയിച്ചിട്ടില്ല, പരാജയപ്പെട്ടത്. നാം പരാജയപ്പെട്ടു. ഇനി ഒരു പ്രതീക്ഷയും ഒരു ഉപായവുമില്ല നമ്മുടെ മുൻപിൽ. കരയാതിരിക്കും ജോധ. അവിടെ നിന്റെ ഒപ്പം ആരൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നാം ഇപ്പോഴും കൂടെ ഉണ്ടാകും. അവിടുന്ന് എവിടെയാണെങ്കിലും ഇപ്പോഴും അവിടത്തോടൊപ്പം ഉണ്ടാകും. ഞാനും വരും അവിടത്തോടൊപ്പം ഭർതൃഗ്രഹത്തിലേക്ക്. ഇല്ല, നാം നിന്നെ അറിഞ്ഞുകൊണ്ട് അഗ്നിയിലേക്ക് തള്ളിയിടില്ല. ഞാനന്ന് ക്ഷേത്രത്തിന് മുൻപിൽ വെച്ച് അഗ്നിയിൽ ദഹിച്ച് തീരുമായിരുന്നു. പക്ഷെ അവിടെ നിന്നാണ് എന്നെ രക്ഷിച്ചത്. ഇനി നമ്മുടെ ജീവിതം അവിടത്തേക്ക് മാത്രമുള്ളതാണ് ജോധ. അവിടത്തേക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഞാൻ ജ്യോതിയെ വിട്ട് എവിടേക്കും പോകില്ല. ഈ മുത്ത് സ്വന്തം മാലയെ ഒരിക്കലും ഉപേക്ഷിക്കില്ല ജോധ. ജലാൽ, ജലാൽ, നമുക്കറിയേണ്ടത് ഇതാണ്. എന്താണെന്ന് വെച്ചാൽ അങ്ങ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള നിബന്ധനകൾ സമ്മതിച്ചത്? ജലാൽ, അങ്ങേക്കറിയാമല്ലോ നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം എന്താണെന്ന്. എന്നിട്ട് അങ്ങ് നമ്മുടെ ആഗ്രയിലെ കൊട്ടാരത്തിൽ ക്ഷേത്രം പണിയാൻ അനുവാദം നൽകിയോ? എന്തിനാണ് ജലാൽ? അങ്ങേക്കത് എതിർക്കാമായിരുന്നില്ലേ? നാം ഷഹൻഷായാണ് വല്യുമ്മ. നമുക്ക് ആരോടും ചോദിക്കാതെ തന്നെ എന്തും ചെയ്യാവുന്നതാണ്. എങ്കിലും നാം വല്യുമ്മയോട് ഉറപ്പായും പറയാം നാം എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന്.
അഥവാ നാം രാജകുമാരി ജോധയെ എതിർത്തിരുന്നുവെങ്കിൽ ഒരു ഷെഹൻഷാ എന്ന നിലയിൽ നാം പരാജയപ്പെടുമായിരുന്നു. ജലാൽ നമ്മുടെ വല്യുമ്മ, അഥവാ നാം ജോധയെ എതിർത്തിരുന്നുവെങ്കിൽ അവൾ വിജയിക്കുമായിരുന്നു. അവൾ ആഗ്രഹിച്ചത് ഈ നിബന്ധനയിലൂടെ എങ്ങനെയെങ്കിലും ഈ നിക്കായിൽ നിന്ന് പിന്തിരിയണമെന്നാണ്. അവൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നാം എങ്ങനെയാണ് സാധ്യമാക്കുക? വല്യുമ്മ, അഥവാ നാം ജോധയെ എതിർത്തിരുന്നുവെങ്കിൽ ഹിന്ദുസ്ഥാൻ മുഴുവൻ നമ്മെ പരിഹസിക്കുമായിരുന്നു. എല്ലാവരും പറയും ഇയാൾ ഏത് ഷഹൻഷായാണെന്ന്. ഒരു പെൺകുട്ടിയുടെ ആഗ്രഹം പോലും പൂർത്തിയാക്കാൻ അനുവദിക്കാത്ത ജോധ നമ്മുടെ നിബന്ധനയുടെ രൂപത്തിൽ നമ്മുടെ ഭിക്ഷ യാചിച്ചിരിക്കുകയാണ് വല്യുമ്മ. അഥവാ നാം അവൾക്ക് യാചിച്ചത് നൽകിയില്ലെങ്കിൽ നമ്മുടെ പരമ്പരയുടെ കുടുംബത്തിന്റെ അഭിമാനം തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുക. ജോധ നമ്മെ അവിടേക്ക് വിളിച്ചു. നമുക്ക് പോകാൻ ആഗ്രഹമില്ലായിരുന്നു, എന്നാൽ നാം അതിന് സമ്മതിച്ചതിനൊരു കാരണമുണ്ട്. ജലാലിനും വലുതായി ആരുമില്ലെന്ന്. നമുക്കങ്ങ് പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ട് ജലാൽ. പക്ഷേ ഇന്ന് വരെ നമ്മുടെ അന്തപുരത്തിൽ ഏതൊരു ബീഗം വന്നിട്ടുണ്ടെങ്കിലും അവർ നമ്മുടെ നിയമങ്ങളെ അനുസരിച്ചിട്ടുണ്ട്. ഇതാണോ നിയമം? നാം എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിയമമായി മാറുന്നു വല്ലുമ്മ. രാജകുമാരി ജോധ ചിന്തിക്കുന്നത് എന്തായാലും, പക്ഷെ നമ്മുടെ ബീഗം നമ്മുടെ അടുത്തേക്ക് വരുന്നത് നമ്മുടെ മാത്രം ഒരേ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയാണ്. വല്യുമ്മ, ബീഗം ജോധയ്ക്ക് ആഗ്രയിൽ അങ്ങനെ ഒരു സ്വീകരണമാകും ലഭിക്കുക. ഇന്നുവരെ ഒരു ബീഗത്തിനും ലഭിച്ചിട്ടില്ല.